കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ബിന്ദു കൃഷ്ണയുടെയും ചെറിയാൻ ഫിലിപ്പിൻ്റെയും സംഭവം. കുറച്ച് ദിവസം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ സംഭവം നടന്നിട്ടെങ്കിൽ ഇപ്പോഴാണ് അതിന് പ്രതികരണം ഉണ്ടായത്. അപ്പോൾ തന്നെ സ്ത്രീലമ്പടനാക്കിയെന്നും താൻ സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടും തന്നെ ഇങ്ങനെ കാണിച്ചു എന്നും ഒക്കെ പറഞ്ഞൊരു വികാരപരമായിട്ടാണ് ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത്. അപ്പം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് അത്രമാത്രം അധിക്ഷേപം ഉണ്ടായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാക്കി. അപ്പോൾ സാർ ഈ പ്രശ്നം ഇതെങ്ങനെയാണ് കാണുന്നത്? അല്ല, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഷയത്തെ വൈകാരികമായോ അല്ലെങ്കിൽ തീർത്തും ഒരു വ്യക്തിയെ തന്നെ വളരെ മോശമായ രീതിയിലോ ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ചെറിയാൻ ഫിലിപ്പിന്റെ വിഷയത്തെ കാണേണ്ടത്. കാരണം ചെറിയാൻ ഫിലിപ്പ് കേരള രാഷ്ട്രീയത്തിൽ വളരെ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പുള്ളി കോൺഗ്രസിനോടൊപ്പം നിന്നു, അത് കഴിഞ്ഞിട്ട് CPM-നൊപ്പം നിൽക്കുന്നു, CPM-ലേക്ക് പോകുന്നു, ഇടത് സഹയാത്രികനായി തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാലത്തെ ചെറിയാൻ ഫിലിപ്പിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വിഷയത്തിലോ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാതെ വളരെ മാന്യമായി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ 10 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ നിന്ന് മിന്നും വിജയം 63 MLA-മാർ, 71 സീറ്റ് മതി നമുക്ക് കേരള നിയമസഭ ഭരിക്കാൻ. അപ്പോൾ 63 MLA-മാരുടെ വിജയിച്ച് വന്ന ഒരു ആഹ്ലാദകരമായ സിറ്റുവേഷൻ ഇതിലേക്ക് ചെറിയാൻ ഫിലിപ്പും KPCC-യിൽ ഇരുന്ന് അതിനുവേണ്ടി പണിയെടുത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MLA-മാരെ കാണുമ്പോൾ ആവേശം ഉണ്ടാകും, ആഘോഷം ഉണ്ടാകുന്നതെല്ലാം സ്വാഭാവികമാണ്. ചെറിയാൻ ഫിലിപ്പ് ഈ ബിന്ദു കൃഷ്ണയെ മാത്രമല്ല ആലിംഗനം ചെയ്ത് സ്വീകരിച്ചത്, വന്ന എല്ലാ MLA-മാരും സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ വിജയിച്ചു വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ബിന്ദു കൃഷ്ണ അതിനെ ഡിനേ ചെയ്തു, അല്ലെങ്കിൽ ഒരു ആലിംഗനത്തിന് വിസമ്മതിച്ചപ്പോഴാണ് അവിടെ ഒരു വിഷയം വന്നതും ആ ദൃശ്യങ്ങൾ വന്നതും. പിന്നെ നടന്നത് എന്താണ്? സോഷ്യൽ മീഡിയയിലൂടെ വിവിധ റീലുകളായും പ്രതികരണങ്ങളായും ചെറിയാൻ ഫിലിപ്പ് എയറിലായിരുന്നു എന്ന് തന്നെ പറയാം കുറച്ച് ദിവസമായിട്ട്. പക്ഷെ അത്രത്തോളം ആക്രമിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധനായി ചിത്രീകരിക്കപ്പെടേണ്ട ആളാണോ എന്ന് ചെറിയാൻ ഫിലിപ്പ് അന്ന് ഇപ്പൊ ഈ ആഘോഷിച്ചവർ ചിന്തിക്കണം. കാരണം അത്രയ്ക്ക് മാത്രം അയാളുടെ ഒരു രാഷ്ട്രീയ ജീവിതമാണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന പുള്ളിയുടെ വായന, ബൗദ്ധികമായ ജീവിതം, ഇതൊക്കെ തന്നെയാണ് പുള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ എഴുതിക്കുന്ന വൈകാരികമായ കുറിപ്പിൽ തൻ്റെ രോഗാവസ്ഥ, തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. സന്യാസ ജീവിതം നയിക്കുന്നു എന്നാണ്, സന്യാസ സമാനമായ ജീവിതം നയിക്കുന്ന ഒരാളെയാണ് സ്ത്രീലമ്പടൻ എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ന് ആ വിവാദത്തിൽ ഉണ്ടായ ബിന്ദു കൃഷ്ണയ്ക്ക് പോലും ഇല്ലാത്ത പരാതിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കപ്പെട്ടത്. അതിലുള്ള വിഷമം തന്നെയാണ് ചെറിയാൻ ഫിലിപ്പ് പ്രകടിപ്പിച്ചത്. പക്ഷേ ആ രീതിയിൽ ഒരിക്കലും ചിത്രീകരിക്കപ്പെടേണ്ട ആളാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ബിന്ദു കൃഷ്ണയെ ഇപ്പം സാറ് പറഞ്ഞല്ലോ, ബിന്ദു കൃഷ്ണയ്ക്ക് പ്രശ്നമില്ല, ഷാനിമോൾ ഉസ്മാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വന്നിരുന്നു. ഈ പരാതിക്കാരനോ ഇത് സംഭവിച്ച ആർക്കും ഒരു പ്രശ്നമില്ലാത്തതാണ് സൈബർ ഇടങ്ങളിലെ ആൾക്കാർക്കുള്ള പ്രശ്നം. ഒരുപാട് അധിക്ഷേപങ്ങളാണ് അദ്ദേഹത്തിന് മേലെ ഉയർന്നത്. അപ്പോൾ ഒരു മകളെ പോലെയാണ് ഇവരെല്ലാം കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തൻ്റെ രോഗാവസ്ഥ പോലും എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഈ സൈബർ ഇടങ്ങൾ എത്രത്തോളം ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളൊരു ചിത്രം അത് അതിനകത്ത് നോക്കണേ. സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അത് ഇവിടെ ഇപ്പോൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. ചിലപ്പോൾ മുഖമുള്ളതോ മുഖമില്ലാത്തതോ ആയ ഇടങ്ങളിൽ നിന്ന്, പ്രൊഫൈലുകളിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇത് കോൺഗ്രസിൽ വളരെ സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ ചെറിയാൻ ഫിലിപ്പിന് എതിരെ വന്നത് ഇപ്പൊ കോൺഗ്രസ്സുകാരടക്കം അത് ആഘോഷിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതിന് കുറച്ചു മുമ്പല്ലേ നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെതിരെ നടന്ന ഒരു ആക്രമണം. എത്ര മോശം പദങ്ങളായിരുന്നു VD സതീശനെതിരെ ഉപയോഗിച്ചത്. കാരണം എന്തായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നിരവധി ബലാത്സംഗ കേസുകൾ പ്രതിയായ ഒരു MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഒരു നിലപാടെടുത്തതിന്റെ പേരിലാണ് VD സതീശനെ ആക്രമിക്കപ്പെട്ടത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയ വേർതിരിവിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഏത് രീതിയിലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ചെറിയാൻ ഫിലിപ്പിന്റെ ഈ വിഷയം വന്നപ്പോൾ ഇടത് ഹാൻഡിലുകളെല്ലാം അത് ആഘോഷമാക്കി. കാരണം പരാജയത്തിന്റെ നാണക്കേട് നിൽക്കുന്ന ഒരു മുന്നണിയാണ്, ഒരു സംവിധാനമാണ്. സൈബർ സഖാക്കളെല്ലാം ഇത് ആഘോഷമാക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് കണ്ടത്. ഈ സൈബർ ബുള്ളിങ്ങിനകത്ത് നമുക്കൊരു നിയമപരമായ കൃത്യമായ ഇടപെടൽ ഉണ്ടാക്കേണ്ട വളരെ അത്യാവശ്യമാണ്. കാരണം ഏതൊരു മനുഷ്യനെയും എങ്ങനെ എത്രയും മോശമായി ചിത്രീകരിക്കാം, എത്രയും മോശമായ പ്രയോഗങ്ങളിലൂടെ നാണം കെടുത്താം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് എന്തെല്ലാം മോശമായ പ്രയോഗങ്ങളാണ്
നടത്തിയത്. അത് പല കമന്റുകളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ അറപ്പ് തോന്നും. അപ്പൊ പിന്നെ ഇത്രയും മാന്യമായി ജീവിക്കുന്ന, ഒരു ആരോപണവും കേൾക്കാത്ത, ഒരു സാത്വികനായി ജീവിക്കുന്ന ഒരു മനുഷ്യന് എത്രത്തോളം വിഷമമുണ്ട്, ആ വിഷമമാണ് ഈ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് സൈബർ ആക്രമണത്തെ നമ്മൾ കൃത്യമായി നിയമപരമായി നേരിടുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. അതിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം നടപടികളെ നമുക്ക് ചെറുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അത് സൈബർ ബുള്ളിങ് കാരണം മരണപ്പെട്ടവരുടെ എണ്ണവും കൂടുതലാണ്. അപ്പം ഇപ്പം ചെറിയാൻ ഫിലിപ്പിന്റെ ഈ സംഭവം രാഷ്ട്രീയ അജണ്ടയായിട്ട് സാറിന് തോന്നിയിട്ടുണ്ട്? അല്ല, രാഷ്ട്രീയ അജണ്ടയാണല്ലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിജയം നേടിയ കോൺഗ്രസ് മുന്നണി അതിന്റെ ആഘോഷത്തിന്റെ സമയമാണ്. കാരണം നിയമസഭാ കക്ഷി MLA-മാർക്ക് വന്ന് ആദ്യത്തെ നിയമസഭാ കക്ഷി യോഗം നടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. അവിടെ നിരവധി നേതാക്കളുണ്ട്. അവിടെ നിന്ന് ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒരു സന്തോഷ പ്രകടനം എന്നതിലപ്പുറത്ത് വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പൊ അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെയാണ് ആ വിഷയം ഉയർത്തിയത്. ആ വിഷയത്തിനകത്ത് പിന്നീട് തമാശയായിട്ട് പ്രചരിപ്പിച്ചവരുണ്ടാവാം, അതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോട് പ്രചരിപ്പിച്ചവരുണ്ട്. എങ്ങനെയായിരുന്നാലും ഒരു വ്യക്തിയെ അധിക്ഷേപിച്ച്, ഒരു വ്യക്തിയെ മോശകരമായി ചിത്രീകരിച്ച് എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു തമാശ ആസ്വദിക്കുന്നത് വളരെ തെറ്റായ സംഭവമാണ്. അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കേണ്ട ആളല്ല ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തത് കൊണ്ടാണ്, രാഷ്ട്രീയ പ്രവർത്തനം അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. അതിൽ തന്നെ ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്, കോൺഗ്രസ് ഇത്രയും നാൾ വിജയിച്ചതിന്റെ അമിത സന്തോഷത്തിന്റെ പുറത്താണ് ഇത്. അപ്പം ഇത്രയും ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോഴാണ് പ്രതികരിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹത്തിന് എത്രമാത്രം വേദന ഉണ്ടായി, ഇപ്പം ഈ ഇത്രയും കാലയളവിൽ അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ഈ ഒരു ചെറിയൊരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ല, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ചെറിയാൻ ഫിലിപ്പിന് വളരെ സന്തോഷം ഉണ്ടാകേണ്ട ദിവസങ്ങളായിരുന്നു ഇത്. കാരണം 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു, മന്ത്രിസഭ വരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലേക്ക് വരികയാണ്. പക്ഷെ ആ സമയത്താണ് ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഒരാളെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കമന്റുകളിലായി പല രീതിയിലുള്ള റീലുകളായല്ല ഈ വീഡിയോ പോകുന്നുണ്ട്. ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ അത്രയും മോശമായ കമന്റുകളാണ്. അപ്പോൾ ഈ സന്യാസ ജീവിതം നയിക്കുന്ന, ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്രമ ജീവിതമാണെങ്കിൽ രാഷ്ട്രീയമായ വിശ്രമം എടുക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഏറെ സന്തോഷിക്കേണ്ട സമയത്തുണ്ടായ ഇത്രയും മോശമായ, ഇത്രയും ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പ്രചരണം തന്നെയായിരിക്കാം ഈ വൈകാരികമായ കുറിപ്പിലൂടെ ചെറിയാൻ ഫിലിപ്പ് പങ്കുവയ്ക്കുന്നത്. ആ കുറിപ്പ് നമ്മൾ വായിച്ചു വെക്കുമ്പോൾ മനസ്സിലാകാം അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെത്. കാരണം 1/2 നൂറ്റാണ്ട് മുമ്പ് സമരത്തിന്റെ ഭാഗമായി കിട്ടിയ അടിയുടെ ഭാഗമായിട്ടാണ് ഈ രോഗാവസ്ഥ എന്നാ പറയുന്നത്. എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രോഗാവസ്ഥ. കാരണം അപ്പൊ അത്രയും രാഷ്ട്രീയമായി പണിയെടുത്ത ഒരു മനുഷ്യനാണ് ഇത്രയും വിഷമത്തിൽ നിന്ന് എഴുതുന്നത്. കാരണം ഒരു മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചു വന്നു, അതിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് മാനസികമായി കഴിയുന്നില്ല. അത്രയ്ക്ക് രീതിയിലുള്ള ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. നമുക്കറിയാം ചെറിയാൻ ഫിലിപ്പ് വിവാഹമൊന്നും കഴിക്കാത്തൊരു മനുഷ്യനാണ്. മുഴുവൻ സ്വയം രാഷ്ട്രീയം, എഴുത്ത്, വായന ഈ രീതിയിൽ നടക്കുന്ന ഒരാൾ. അപ്പൊ അദ്ദേഹത്തിന് പോലും ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഇതാണ് വൈകാരികമായ പോസ്റ്റാണ് അതിലിട്ടേക്കുന്നത്. രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം, എന്ത് എതിരഭിപ്രായത്തിന്റെ പേരിലാണെങ്കിലും ഇത്തരം ബുള്ളിങ്ങുകൾ, സൈബർ ബുള്ളിങ്, ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലാത്തതാണ്. ഇത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അഭിപ്രായം.